നമസ്കാരം. സൈക്കോളജി ഓഫ് ലോൺനെസ്, ഏകാന്തതയുടെ മനഃശാസ്ത്രം. ഏകാന്തത എന്നത് ഒറ്റയ്ക്കായി പോയി എന്ന തോന്നൽ മാത്രമല്ല, ശരിക്കും ഒരു ജനക്കൂട്ടത്തിന് മുമ്പിൽ പോലും അല്ലെ ഒരു ജനക്കൂട്ടത്തിനിടയിൽ പോലും ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നറിയുമോ? അവരെ മനസ്സിലാക്കുന്ന ഒരാളില്ലാത്തത് കാരണം. അവർക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളില്ലാത്തപ്പോഴ്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇല്ലാതാകുമ്പോഴാണ്. തീർച്ചയായും ഏകാന്തത വല്ലാത്തൊരനുഭവമാണ്. എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്ന ഒത്തിരി പേർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കെല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ ഏകാന്തത അനുഭവപ്പെടുന്നു. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാവുന്നത്, അവർക്ക് തുറന്ന് സംസാരിക്കാൻ, അവരെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാവുന്ന, അവരോട് കാര്യങ്ങൾ അവരായി ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന ആളുകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ, അല്ലെ അങ്ങനെ ഒരാൾ ജീവിതത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഇന്ന് വരെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നത്. പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, പക്ഷെ അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അവർ അവരുടെ വ്യൂവിലൂടെ ആയിരിക്കും നാം കാണുന്നത്, അവരുടെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും നമ്മളെ മനസ്സിലാക്കുന്നത്. എന്നാൽ ചിലരോ നമുക്ക് അടുപ്പമുള്ള ചിലർ നമ്മളായി നിന്ന് നമ്മളെ മനസ്സിലാക്കുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ ഏകാന്തത അനുഭവപ്പെടാം. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായാൽ, അല്ലെങ്കിൽ നമ്മളെ വിട്ട് ഈ ലോകത്തിൽ നിന്നും പോയാൽ, നമ്മളെല്ലാം തുറന്ന് പങ്കുവെക്കുന്ന ഒരാൾ, അത് സുഹൃത്തായിരിക്കാം, പരിചയമുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ പാർട്ണറായിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, അങ്ങനെയുള്ള ഒരാളില്ലെങ്കിലും നമുക്ക് ഈ ഏകാന്തത അനുഭവപ്പെടാം. ഏകാന്തത കൊണ്ട് പലപ്പോഴും ഒരു ശത്രുവായി ഏകാന്തതയെ കാണേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഏകാന്തത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നിടം വരെ നമ്മളെ വിട്ടുപോകാത്ത ഒരാളുണ്ട്. നമുക്ക് ആ വിശ്വാസമില്ലെങ്കിലാണ് ഏകാന്തതയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. ദൈവമെന്ന ആ മനോഹരമായ, അല്ലെങ്കിൽ ആ സത്യം നമ്മളോടൊപ്പം ഉള്ളിടത്തോളം കാലം നമുക്കൊരിക്കലും ഏകാന്തത അനുഭവപ്പെടത്തില്ല. നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റും, പല കാര്യങ്ങളും ദൈവത്തോട് പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഏകാന്തതയെ മാറ്റാൻ പറ്റും. പിന്നെ ഏകാന്തത അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സമയം മറ്റു കാര്യങ്ങളുമൊക്കെ ഒത്തിരി പേർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം. അവരെ നമ്മൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളുടെ ജീവിതത്തിൽ മറ്റാളുകളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയത്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പലരും നമ്മളെ തിരിച്ചറിയുന്ന പോലുമില്ല. അവരാരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, അവരാരും നമ്മളെ കാണുന്നില്ല. അവരെല്ലാം വന്ന് എവിടേക്കോ പോയി. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പ്രവർത്തിച്ചിരുന്ന പല മേഖലകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ, അവിടെ ഒന്നും നമ്മൾ ഇന്ന് ആരുമല്ലാതായി പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഏകാന്തതയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, ഹോണ്ട് ചെയ്യുന്ന ചില നഗ്ന സത്യങ്ങളാണ്. നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നു ഇവിടെ എത്തി നിൽക്കുകയാണ്. നമുക്കിനി മുന്നോട്ട് പോകണം. ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളോടൊപ്പം എന്നും കാണുന്ന ഒരാൾ ദൈവമുണ്ട്. പിന്നെ നമ്മളില്ലേ, നമ്മളോടൊപ്പം ഇല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? നമുക്ക് നമ്മളില്ലേ? അപ്പോൾ നമ്മളെങ്ങനെ ഏകാന്തത അനുഭവിക്കും? അതുകൊണ്ട് ഏകാന്തതയുടെ മനഃശാസ്ത്രം ഇത്രയുമേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കുന്ന ആരോ ചിലർ, അല്ലെ നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്നവർ നമുക്കിന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഓടി നടക്കും. ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് പലരെയും കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരും വേണ്ട എന്ന തോന്നലിൽ നടക്കാം. പക്ഷേ ഈ ഓട്ടം തികച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഓട്ടമെല്ലാം തീർന്ന് ബിസിയൊക്കെ മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ചില ഓർമ്മകൾ, നഷ്ടപ്പെട്ട ചില സൗഹൃദങ്ങൾ, നഷ്ടപ്പെട്ട ചില ബന്ധങ്ങൾ, അവയൊക്കെ നമ്മെ ഹോണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാരണം ആരെങ്കിലും ഏകാന്തത അനുഭവപ്പെട്ടിരുന്നോ? അതോ നമ്മൾ മറ്റു ചിലർ കാരണം നമുക്ക് ഏകാന്തത വന്നു?
എന്തായാലും കഴിവതും നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നൽകുക. കാരണം ചിലർക്ക് നമ്മൾ എത്ര സൈക്കോളജി പറഞ്ഞാലും എല്ലാം മനസ്സിലാവണമെന്നില്ല. കാരണം അവരുടെ മനസ്സിൽ ചില ഡിപ്രഷൻ വരാം, അല്ലെ വിഷമങ്ങൾ വരാം. സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക, ദൈവത്തിനോട് അടുക്കുക. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തത ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ ദൈവവുമായി കൂടുതൽ അടുക്കുക. നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുക, നിങ്ങൾക്ക് നിങ്ങളുണ്ട്, നിങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.